ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കുറേ ട്രൈ ചെയ്തൊക്കെ നോക്കി ചിലപ്പോൾ റിസൾട്ട് കിട്ടാതെ നടക്കൂല, വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഉപയോഗിക്കുക, കെമിക്കലൊക്കെ വാങ്ങി ഉപയോഗിക്കുക എന്നൊക്കെ രീതിയിൽ നമ്മൾ ഒഴിവാക്കിയ ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത്. അതിന് മുന്നേ നമ്മളെ ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പോൾ നമ്മളെ ചാനൽ ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി നിങ്ങൾ പ്രസ് ചെയ്തേക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, നമ്മൾ നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടി, അതായത് വൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു മുടി കറുപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഹെന്ന ചെയ്യുന്നത്. ഹെന്ന കറക്റ്റ് അല്ലെങ്കിൽ അത് ബ്രൗൺ കളർ, അതായത് ഒരു മൈലാഞ്ചി നമ്മൾ കയ്യിലൊക്കെ ഇടുമ്പോൾ ഒരു കളറില്ലേ, ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു ഗോൾഡൻ മിക്സ് ഷെയ്ഡ്, അങ്ങനത്തെ ഒരു കളറാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് നിങ്ങൾ കളർ ചെയ്യാനല്ല, നിങ്ങൾക്ക് നര പോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്ലാക്ക് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇപ്പം ഞാൻ അച്ഛമ്മേൻ്റെ മുടിയിലൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ നല്ല മാറ്റം കാണാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു 2-3 സാധനം കൊണ്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെമിക്കലൊന്നും ഇല്ലാത്ത ഹെന്ന ആദ്യം എടുത്ത് വാങ്ങി വെക്കുക. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങി വെക്കുക. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ പൊടിപ്പിക്കുന്നതാണെങ്കിൽ അതെടുക്കുക. അതെടുത്തതിന് ശേഷം അതിലേക്ക് നിങ്ങളെ ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം ഹെന്ന തേക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഇല്ലേ, അതനുസരിച്ച് എടുത്ത് വെക്കുക. അതെടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2-3 സ്പൂണ് തൈര് ആഡ് ചെയ്യുക. നല്ല പുളിയുള്ള തൈരായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ പുളിയില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല, തൈര് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്യുക. അതിലേക്ക് കാപ്പിപ്പൊടി വെള്ളത്തിൽ വെച്ച് ചൂടാക്കിയിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇരുമ്പിന്റെ ചട്ടിയിൽ വെക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് എടുത്ത് ഇരുമ്പിന്റെ ചട്ടി ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയൺ ഗുളിക ഉണ്ടല്ലോ, അയൺ ഗുളിക വാങ്ങിയിട്ട് അതിലേക്ക് പൊടിച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ അതെന്ത് ചെയ്യുക, ഒരു 1 ഡേ നിങ്ങളത് അങ്ങനെ വെച്ചിട്ട് അടുത്ത ദിവസം നിങ്ങളെ ഹെയറിൽ നല്ല രീതിയിൽ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിന്റെ ഫുൾ ഹെയറിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എവിടേക്കാണോ, ഇനിയിപ്പോൾ അല്ല നിങ്ങൾ പാർട്ടീഷൻ എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ അല്ല, ഇനിയിപ്പോൾ മുടി അവിടെ മാത്രമാണ് വേണ്ടെങ്കിൽ, നര വന്നോടത്തിൽ മാത്രമാണ് വേണ്ടെങ്കിൽ അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹെന്ന അപ്ലൈ ചെയ്യുക. അത് നിങ്ങൾ ഒരു 1 അവർ ഹെയറിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് നല്ല രീതിയിൽ മുടി ഡ്രൈ ആക്കുക. എന്നിട്ട് ഒരു പരിപാടിയും കൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നീലമരി എടുക്കുക. അപ്പോൾ നിങ്ങളെ ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നീലമരി എടുക്കുക. നീലമരി എടുത്തിട്ട് അതിലേക്ക് ഇളം ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതൊരിക്കലും ഒരു വെള്ളം പോലെ ആവരുത്, അത് കുറച്ച് കട്ടിയുള്ള പേസ്റ്റ് പോലെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫുൾ വെള്ളം മൊത്തം ഉണങ്ങിക്കഴിഞ്ഞ് നമ്മളെ ഹെയറിൽ, അതായത് ഹെന്നയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ, ആ വൈറ്റിലൊക്കെ ഒരു ഗോൾഡൻ കളർ ആയി കിടക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ച് നീലമരി നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് പിടിച്ചിട്ട് ഒരു 2 അവർ നിങ്ങളെ ഹെയറിൽ അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. ഇപ്പം നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഷാമ്പു ഉപയോഗിക്കരുത്, നല്ല രീതിയിൽ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയണം. അതുപോലെ തന്നെയാണ് നീലമരി വാഷ് ചെയ്ത് കളയുമ്പോൾ ഒരു 2 അവർ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാം. അതായത് നിങ്ങൾ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്കോ അല്ലെങ്കിൽ ഹെന്ന ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് മാറി വരുന്ന മുടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറിൽ കിട്ടും. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മുടിയിലെ നര മാറ്റാൻ വേണ്ടിയിട്ട് ഹെന്ന ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും, ചില ആളുകൾ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടാതെ ഒരു സാഹചര്യം വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുമിച്ച് മിക്സ് ഹെന്ന ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹെന്ന എടുക്കാൻ നേരത്തേക്ക് നമ്മളൊരു 2-3 സ്പൂൺ നീലമരി ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അതിന് അത്ര റിസൾട്ട് കിട്ടുന്നില്ല. പക്ഷേ ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ഈ കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളെ കുടുംബക്കാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.